എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉണ്ണിയപ്പം എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. ഇത് അറിയാൻ മേലാത്തവർക്കാണ് ഇതിനും ഒരു ഫോർമുലയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. 1:1:1. അത് എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. എല്ലാത്തിനും ഒരു ഫോർമുല ഉള്ളത് നല്ലതല്ലേ? നല്ല എന്താ പറയുക, നമുക്ക് ആ കറക്റ്റ് ആ പ്രൊപ്പോർഷൻ എന്താണെന്നറിയാം, എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആക്കി ഉണ്ടാക്കിയെടുക്കാം അല്ലേ? അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓൾവേസ് എന്തെങ്കിലുമൊക്കെ ഒരു ഫോർമുലയായിട്ട് വരുന്നത്. അപ്പം ഇതിന്റെ ഫോർമുല 1:1:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴം. സാധാരണ നാട്ടിൽ നമ്മൾ പാളയംകോടൻ പഴമാണ് ഉപയോഗിക്കുന്നത് ഉണ്ണിയപ്പത്തിന്. പക്ഷെ ഇവിടെ എനിക്കത് കിട്ടാത്തത് കൊണ്ട് ഇവിടെ കിട്ടുന്ന ഓസ്ട്രേലിയൻ ബനാനയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നാട്ടിലെ ഒരു 2 പാളയംകോടൻ പഴത്തിന്റെ വലിപ്പം വരും ഇവിടെ ഒരു സാധാരണ ഓസ്ട്രേലിയൻ ബനാനയ്ക്ക്. അപ്പം അതിൽ ഒരു ഓസ്ട്രേലിയൻ ബനാനയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതൊന്ന്. പിന്നെ 1 കപ്പ് അരി, ഒരു 250 ml കപ്പിലാണ് 1 കപ്പ് അരി ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് ശർക്കര കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് 1:1:1. അപ്പം ആ പ്രൊപ്പോർഷനിൽ നിങ്ങളൊന്ന് അരച്ച് നോക്കി. ഉണ്ണിയപ്പത്തിന്റെ മാവ് വെച്ച് സാധാരണ അരച്ച് അന്നേരം ഇച്ചിരി ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. ഞാനത് നാച്ചുറലായിട്ട് അത് ഇച്ചിരി പുളിപ്പിക്കാൻ വെച്ചിട്ട് ഒരു 8 മണിക്കൂർ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. 8 മണിക്കൂർ മാറ്റി വെച്ച് അത് കഴിഞ്ഞിട്ടാണ് ഞാനത് ചുട്ടെടുത്തിരിക്കുന്നത് കേട്ടോ ഉണ്ണിയപ്പം. അപ്പം എന്താ പറയുന്നത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഉള്ള കാര്യം, എനിക്ക് ഇവിടെ ഗസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം പിള്ളേരുണ്ട് അതിൽ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ തൊമ്മിക്കും അന്നയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം തൊമ്മി ഇപ്രാവശ്യം പറഞ്ഞു, മമ്മി നമുക്ക് ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്താലോ എന്ന്. അപ്പം അന്നേരമാണ് ഞാൻ ഓർത്തത്, ഓക്കെ എനിക്കൊരു വീഡിയോയുമായി ഉണ്ണിയപ്പവുമായി അല്ലേ. അപ്പം നിങ്ങൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നാടൻ ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ 1:1:1 റെസിപ്പിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ദേ കണ്ടല്ലോ, ഈ ഇരിക്കുന്ന ഒരു കപ്പിൽ 250 ml കപ്പാണ്. 250 ml കപ്പിൽ 1 കപ്പ് ശർക്കര. ആ 1 കപ്പിൽ തന്നെ ഞാൻ അളന്നെടുത്ത അരിയാണ് കേട്ടോ. നല്ല പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി എടുത്തിട്ട് ഞാനൊരു 4 മണിക്കൂർ കുതിർക്കാനിട്ടു. അപ്പം കുതിർക്കാനിട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ കൂടെ ഞാനൊരു 10-12 ഉണക്കമുന്തിരിയും കൂടെ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് 12 ഉണക്കമുന്തിരിയും കൂടെ നമ്മൾ ഈ അരി കുതിർക്കാനിട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പഴം കണ്ടോ. നാട്ടിൽ നമ്മൾ പാളയംകോടൻ പഴമൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ അത് കിട്ടാത്തത് കൊണ്ട് ഇവിടെ കിട്ടുന്ന ഓസ്ട്രേലിയൻ ബനാന അതിലൊരു ചെറിയ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം 1 കപ്പ് ശർക്കര, 1 കപ്പ് പച്ചരി, ഒരു പഴം, പിന്നെ ഒരു 5 ഏലയ്ക്ക. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി, ഉണക്കമുന്തിരി, പിന്നെ ഒരു 5 ഏലയ്ക്ക ഇതാദ്യം ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ പഴം ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ഞുറുക്കിയിട്ടാൽ മതി. പഴം ചേർത്ത് കൊടുക്കുക, ഒരു പഴം കേട്ടോ. അതിലേക്ക് നമ്മളിത് ശർക്കര പാനി, ഞാൻ നല്ല കട്ടിക്കാണ്, ഞാൻ പറഞ്ഞില്ല 2 ടേബിൾ സ്പൂൺ വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ആ ശർക്കര പാനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഒരു ചെറിയ ചൂടുണ്ട്, കാരണം അല്ലെ ശർക്കര ഉരുകി പോകുമല്ലോ. അപ്പം 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് പാനിയാക്കിയ ശർക്കര പാനി നേരെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല, നമ്മളിനി തരിതരിപ്പായിട്ട് അരച്ചെടുക്കാൻ പോവാം കേട്ടോ. അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതെ ഇതുപോലെയാണ് അരച്ച് വന്നിരിക്കുന്നത്. ഇനി ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കട്ടെ. ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ് ഇപ്പോൾ ഉണ്ട്. നാളെ അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് അത് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുത്ത് എന്താ പറയുന്നത്, അത് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ചൂടാറാകുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ദേ ചെറിയ തരിയുണ്ട്. ഇത് കണ്ടോ, ദേ ഈ പരുവത്തിൽ വേണം നിങ്ങളത് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി അരച്ചെടുത്തത് മാവ് നമുക്ക് ഞാനൊരു 6 തൊട്ട് 8 മണിക്കൂർ വരെ അതൊന്ന് മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പം ചിലർ പെട്ടെന്ന് അരച്ചേച്ച് അതിൻ്റെ അകത്ത് ബേക്കിംഗ് പൗഡറൊക്കെ ആഡ് ചെയ്ത് അന്നേരം ഉണ്ടാക്കുന്നവരുണ്ട്. സെൽഫ് റൈസിങ് ഫ്ലോറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്ന തനി നാടൻ റെസിപ്പിയാണ്. അതുകൊണ്ടാണ് ഇതൊരു 6 തൊട്ട് 8 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാവേ. ഇതേ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 8 മണിക്കൂർ അതൊന്ന് പുളിക്കാൻ വെച്ചായിരുന്നു. 8 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ആയിരിക്കുന്നത് എള്ളാണ്, 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, പിന്നെ കുറച്ച് നെയ്യ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മളൊരു പാൻ വെച്ചിട്ട് നമ്മളതിലേക്ക് ഈ നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്ത് എള്ളും കൂടെ ഒന്ന് വറുത്തെടുക്കുവേ. പാൻ ചൂടായപ്പോഴത്തേക്കും ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നെയ്യ് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാമേ. നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാമേ.
നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചുമന്ന ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് നല്ല രീതിയിൽ വറുത്തെടുക്കണേ. കണ്ടോ, നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. ഞാൻ പറഞ്ഞില്ല 2 ടേബിൾ സ്പൂൺ നെയ്യിലേക്കാണ് നമ്മൾ ഈ തേങ്ങാക്കൊത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തുണ്ട് കേട്ടോ. ഒരു 1/4 മുറി തേങ്ങാക്കൊത്ത് മതി നമുക്ക്. ഇപ്പം തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് കിട്ടും. തേങ്ങാക്കൊത്തെ ചെറുതായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ടേ. അപ്പം ഞാനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ, നമ്മുടെ 1.5 ടേബിൾ സ്പൂൺ എള്ള്, കറുത്ത എള്ള് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ എള്ള് ഇഷ്ടമുള്ളവരിട്ടാൽ മതി, താല്പര്യമില്ലാത്തവർ അതിടണ്ട. പക്ഷേ ഇവിടെ പിള്ളേർക്കൊക്കെ എള്ളിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് വളരെ ഇഷ്ടമാണ്. സോ ഞാൻ ഓരോ വീടുകളിലും ഓരോ ഇഷ്ടമല്ലേ, ഞാൻ ഇവിടുത്തെ രീതിക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു കേട്ടോ. പക്ഷേ എള്ളിടുന്നത് നല്ല ടേസ്റ്റാണേ. ദേ കണ്ടോ, ഇതാണ് നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ല കളറിലായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ഞാൻ ഈ തേങ്ങാക്കൊത്തും ഈ എള്ളും കൂടെ ആഡ് ചെയ്യാൻ പോവാണേ. നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ചൂടോടുകൂടി തന്നെയാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ നെയ്യും എള്ളും തേങ്ങാക്കൊത്തും കൂടെ ഈ മാവിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇത് ഈ ഉണ്ണിയപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളിയായിട്ടാണ് ഈ ഉണ്ണിയപ്പം വരികയെ. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പം ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാമേ. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാമേ. ഞാൻ ശരിക്കും തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഓരോ ടേബിൾ സ്പൂൺ മാവാണ് ഞാൻ കോരി ഒഴിച്ചു കൊടുക്കുന്നത്. കുഞ്ഞുണ്ണിയപ്പം മതിയല്ലോ. ഇനി അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. കണ്ടോ, ഉണ്ണിയപ്പം പൊങ്ങി വരുന്ന കണ്ടോ. അവിടെ കിടന്ന് ഞാൻ ചെറിയ തീയിലായിട്ട് കൊടുത്തിരിക്കുന്നതേ. ഇപ്പം നന്നായിട്ടൊന്ന് ആ പാകമൊക്കെ നല്ല വെന്ത് വരും. ഇനി നമ്മൾക്ക് അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, തിരിച്ചിട്ട് കൊടുത്തപ്പോൾ ഇങ്ങനെ വന്ന് കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടോ നല്ല കറുത്ത കളറുള്ള ശർക്കര വേണം. എനിക്കത് കിട്ടിയില്ല കേട്ടോ. എനിക്ക് ശർക്കര മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ലൈറ്റ് കളറായിപ്പോയി. അപ്പം നല്ല കറുത്ത കളറുള്ള ശർക്കര ഉണ്ടെങ്കിൽ ഉണ്ണിയപ്പം നല്ല ഒന്നാന്തരം ഉണ്ണിയപ്പം വരും. എനിക്ക് ശർക്കര ലൈറ്റ് കളറായിപ്പോയതുകൊണ്ടാണ് ഈ ഉണ്ണിയപ്പത്തിന് ഈ കളർ വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഈ ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് ഇന്നെനിക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. പിള്ളേരെ കാണിച്ചു തരാം. കുറച്ച് കൊച്ചു പിള്ളേരാണ് വരുന്നത്. ഇവർക്ക് കൊടുക്കാനായിട്ടാണ് ശരിക്കും ഞാനിത് ഉണ്ടാക്കണേ. ഒരു സെറ്റ് ഉണ്ണിയപ്പം ഞാനിങ്ങ് എടുത്തു. അടുത്ത സെറ്റ് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അവിടെ കിടന്നാകട്ടെ. നമുക്കിങ്ങനെ മുഴുവനും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇനിയിപ്പം നമുക്ക് പിള്ളേർ വരുമ്പോഴത്തേക്ക് അവർ കഴിക്കുന്ന വീഡിയോ എടുക്കാം. കണ്ടോ, അടിപൊളി. ഈ കാണുന്നത് സാറ, എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ. എൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫാണ്. അങ്കിളും ആൻറ്റിയും ഒക്കെ നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. കണ്ടോ, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും മെയിനിൽ കുഞ്ഞ് പിള്ളേരെ കണ്ടു. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം. ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ കിഡ്സാണ് കണ്ടോ. ഒരാളോടെ ഉണ്ട് അമിറ്റി ജസ്റ്റ് സേ ഹലോ. കേട്ടോ, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെയിനിൽ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇഡ്ഡലി, അപ്പം, ചട്നി, അങ്ങനെ കുറച്ച് സാധനം ഉണ്ട് കേട്ടോ. എല്ലാം കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു. അപ്പം എങ്ങനെയാ നല്ല സൂപ്പർ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഗസ്റ്റ് വന്ന് കഴിച്ചത് കണ്ടല്ലോ. വിത്തിൻ നോ ടൈം. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഗ്ലാസ് അരിയിട്ട് ഞാനത് അരക്കേണ്ടതായിരുന്നു കേട്ടോ. അത് പെട്ടെന്ന് തീർന്നു പോയി. അതുകൊണ്ട് എന്താ പറയുക, അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. എല്ലാവരും എന്താ പറയുന്നത് ശരിക്കും എൻജോയ് ചെയ്തെന്ന് എന്നോട് പറഞ്ഞു. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു കാരണവശാലും ഇതിൽ യാതൊരു മിസ്റ്റേക്കും വരികയില്ല. ഇന്ന് വരെ ഉണ്ണിയപ്പം ഉണ്ടാക്കാത്തവർ പോലും ഈ രീതിയിൽ മാവരച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി പറയാം അത് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ബൈ.